ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ. നമുക്കിന്ന് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈൻ റെസിപ്പി നോക്കാം. ഗ്രേപ്പ് വേവിക്കാതെ തന്നെ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കിയെടുക്കാം. അല്പം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വൈൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. 21 ദിവസം എടുത്ത് ഉണ്ടാക്കുന്ന വൈൻ പോലെ തന്നെ നല്ല പഞ്ചുള്ള വൈൻ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും വൈൻ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് മുന്തിരിങ്ങയും അതുപോലെ തന്നെ വൈൻ മുന്തിരി, ജ്യൂസ് മുന്തിരി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചുവന്ന കളർ വരുന്ന ആ മുന്തിരിങ്ങ തന്നെയാണ് വാങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കളറില്ലാത്ത മുന്തിരിങ്ങ വാങ്ങിയാൽ അഡീഷണൽ കളർ ചേർക്കേണ്ടി വരും. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, പക്ഷേ ആ കളർ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മുന്തിരിങ്ങ ആദ്യം നമ്മൾ വാങ്ങി കൊണ്ടുവന്ന ഉടനെ അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഉപ്പ് വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വയ്ക്കുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം ഉപ്പ് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കീടനാശിനിയൊക്കെ പോകും. അതിനുശേഷം 2 പ്രാവശ്യം തിളപ്പിച്ച് തണുത്ത വെള്ളത്തിൽ കൂടി കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒക്കെ കളയാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു 3-4 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിച്ച് നല്ലപോലെ തണുപ്പിക്കാനായിട്ട് വെക്കണം. അങ്ങനെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാവൂ. വൃത്തിയായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്ത ഒരു പാത്രത്തിലാണ് ഞാനിന്ന് വൈൻ ഇടുന്നത്. അലുമിനിയം പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. പെട്ടെന്ന് എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ കല്ലൻ ഫർണിയിലാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഫർണി ഉണ്ടെങ്കിൽ അതിലിടുക. അപ്പം മുന്തിരിങ്ങയെല്ലാം ആ പാത്രത്തിലേക്ക് വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ 1 കിലോ മുന്തിരിങ്ങയാണ്. അപ്പോൾ ഇതിനായിട്ട് 1/2 കിലോ പഞ്ചസാര. 1/2 കിലോ പഞ്ചസാര നോർമൽ മധുരമാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ 3/4 കിലോ പഞ്ചസാര വരെ ചേർക്കാം. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 5-6 ഗ്രാമ്പും കറുവാപ്പട്ട കഷ്ണങ്ങളും ഇതെല്ലാം ഒന്ന് ചതച്ചിടുന്നത് നല്ലതാണ്. നമ്മൾ 3 ദിവസം കൊണ്ട് എടുക്കേണ്ട വൈനായതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ അതെല്ലാം ഒന്ന് ചതച്ചിടണം. അതുപോലെ തന്നെ പഞ്ചസാര എല്ലാം ഇട്ടതിന് ശേഷം ഈ ഗ്രേപ്പ് കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്യുക. പഞ്ചസാര ചേർത്തതിന് ശേഷം ക്രഷ് ചെയ്യുകയാണെങ്കിൽ ആ പഞ്ചസാരയുടെ ഗ്രിപ്പ് കൊണ്ട് അത് വേഗം നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അങ്ങനെ എല്ലാ മുന്തിരിങ്ങയും അതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. 3/4 ലിറ്റർ വെള്ളം വരെ ചേർക്കാം. 3/4 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ 3/4 ലിറ്റർ വെള്ളം ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് മണി കൂടി ഇടുന്നുണ്ട്. നെൽമണിയോ ഗോതമ്പ് മണി, സൂചി ഗോതമ്പ് ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് ചേർക്കുക. ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ നല്ല എളുപ്പമാണ്. നല്ല വീര്യം കൂട്ടാനുള്ള സാധനങ്ങളാണ്. ഇനി ഫ്ലേവറിനായിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇത് കൈകൊണ്ട് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു ചൊറിച്ചിൽ വരും. അത് എല്ലാവർക്കും അങ്ങനെ വരുന്നതാണ്. ഇനി ഇത് നമ്മളൊരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പഞ്ചസാര കൂടിയൊന്ന് അലിയുന്നത് വരെ ഇളക്കുക. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒട്ടും ജലാംശം പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ല ഡ്രൈ ആയിരിക്കണം. ഉപയോഗിക്കുന്ന തവിയാണേലും നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി ഇതൊരു കോട്ടൺ തുണി കൊണ്ട് മൂടി വയ്ക്കണം. എന്നിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് ഇടുകയാണ്. ഒരു ചാക്കുനൂലോ എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കാം. ഇത് ഡെയിലി നമുക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കാനുള്ളതാണ്. നിങ്ങൾ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ വൈൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ 7 ദിവസം വേണമെങ്കിലും വയ്ക്കാം. അതിൽ കൂടുതൽ ദിവസങ്ങളും വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ ഇത് 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വൈൻ കുടിക്കാനുള്ള പാകത്തിന് കിട്ടും. അതും നല്ല പഞ്ചുള്ള വൈൻ. ഇതിപ്പം 2ാമത്തെ ദിവസം ഞാനത് ഇളക്കി വയ്ക്കാനായിട്ട് എടുത്തതാണ്. നല്ല കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ അതിൽ നിന്ന് ആ ജ്യൂസൊക്കെ ഇറങ്ങാനുണ്ട്. അതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അത് നമ്മൾ പഴയ പോലെ തുണി വെച്ച് ടൈറ്റായിട്ട് വയ്ക്കുക. ഇത് ഞാൻ വൈന് ഇന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മുടെ അതിനകത്തെ ഗ്രേപ്പൊക്കെ എങ്ങനെയാണെന്ന്. എല്ലാം ഒരു പെയിൽ കളറിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ഉപയോഗിക്കാം. 3 ദിവസം കൊണ്ട് നമ്മൾ വൈൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് കൂടുതൽ ദിവസം വെച്ചിരുന്നാൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത് എല്ലാവരും അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ബാക്കി അതങ്ങനെ അടച്ച് ഡെയിലി ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിക്കടിക്കുന്ന വൈൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 3 ദിവസം മതി. നമുക്ക് ഗ്രേപ്പ് വേവിക്കാതെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നല്ല വൈൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ അല്പം കുടിച്ചു നോക്കി. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.